സംഘവുമായി ബന്ധപ്പെട്ട കണക്കൊപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നെട്ടോട്ടത്തിൽ. കരാർ സ്ഥാപനത്തിന്റെയും ഓഡിറ്ററുടെയും അടിയന്തര യോഗം ഇന്ന് ചേരും. പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് നാളെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പഴയ ബോർഡാണ് ഉത്തരവാദിയെങ്കിലും ഓഡിറ്റിലെ വീഴ്ചകൾക്ക് നിലവിലെ ബോർഡും ഉത്തരം പറയേണ്ടി വരും. ഗോകുൽനാഥ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽനാഥ, നാളെയാണ് ഓഡിറ്റ് റിപ്പോർട്ട്, പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഈ കണക്കൊപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ബോർഡ്, അല്ലേ? ആര്യ, തീർച്ചയായും 2025 സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ അരങ്ങേറുകയും അതിന് ഈ ട്രിപ്പിൾ ഐ സി എന്ന കമ്പനി ഉപകമ്പനിയായി വരികയും അങ്ങനെ അത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയും ചെയ്തു. അതിന്റെ കണക്കുകൾ 40 ദിവസത്തിനകം തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഹാജരാക്കണമെന്ന് അന്ന് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ഇത് 40 ദിവസം കഴിഞ്ഞിട്ട് പൂർത്തിയാകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 5 മാസം പിന്നിടുകയാണ്. ഈ 5 മാസം പിന്നിടുമ്പോഴും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ട്രിപ്പിൾ ഐ സി കമ്പനിയും അതേപോലെ തന്നെ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടൊരു സംയുക്ത യോഗം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽ തന്നെ ട്രിപ്പിൾ ഐ സി കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ തങ്ങൾക്ക് ചെലവുണ്ടെന്നും ആ കണക്ക് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തതാണ്. അത് മാത്രമല്ല, വിജയ അസോസിയേറ്റ്സ് എന്ന ഓഡിറ്റ് കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് പുറത്തുവിടുകയും ചെയ്തത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ GST ബില്ല് അടക്കമുള്ളവ ഇല്ലായിരുന്നു. പലതിലും ബില്ലുകൾ കൃത്രിമമാണെന്ന് കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഇനിയും സബ്മിറ്റ് ചെയ്യാൻ ഒരു 3 ആഴ്ച കൂടെ സമയം ഹൈക്കോടതി ബെഞ്ചിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ബെഞ്ച് ഇത് തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും നാളെ തന്നെ ഇത് സംബന്ധിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട്, പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിനായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിർണായക യോഗമാണ് ചേരുന്നത്. ട്രിപ്പിൾ ഐ സി കമ്പനി അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ടാണ് ഒരു സംയുക്ത യോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സംയുക്ത യോഗത്തിൽ കൃത്യമായി ട്രിപ്പിൾ ഐ സി കമ്പനിയുടെ ഈ വിവരങ്ങൾ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ നഷ്ടമുണ്ട്, അല്ലെങ്കിൽ 7 കോടി രൂപ തന്നെ കൃത്യമായി വേണോ തുടങ്ങിയ ചില രീതിയിൽ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അവിടെ ഒരു വിലപേശലിനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം എത്രത്തോളം കുറച്ച് കാണിക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറയ്ക്കുവാനുള്ള ഒരു ശ്രമം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു വിലപേശൽ നടന്നെങ്കിലും പലപ്പോഴും അത് ട്രിപ്പിൾ ഐ സി കമ്പനി ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. 7 കോടി രൂപ തന്നെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തുകയും ചെയ്തതാണ്. എന്തായാലും 1 കോടി രൂപയുടെ ഇനി കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് മുൻപിലുണ്ട്. പക്ഷേ അതിനു മുമ്പാണ് ഇപ്പോൾ നിലവിൽ നിർണായക യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ട്രിപ്പിൾ ഐ സി കമ്പനിയുടെ പ്രതിനിധി അടക്കമുള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഈ യോഗത്തിൽ ഉള്ളത്. എന്തായാലും 3 മണിയോടുകൂടി തന്നെ ഈ യോഗം പര്യവസാനിക്കും. അതിനുശേഷം നാളെ ഈ രേഖകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട്, പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ശരി, ഗോകുൽനാഥാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.